മണിക്കുട്ടികളെ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മൾ 10ാമത്തെ ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള രണ്ട് മൂന്ന് സംഗതികൾ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് 2-3 സംഗതികൾ എന്ന് പറയാം. നിങ്ങൾ പഠിച്ചതാണ് 2 points x1 y1 x2 y2 എന്നുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 points x1 y1 സ്ട്രൈറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററാണ്. 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, x1 y1 x2 y2. ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 points, ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ പഠിച്ചില്ലേ? ഡിസ്റ്റൻസ് ഫോർമുല, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഓർക്കുന്നുണ്ടോ? √x2 - x1 ഹോൾ സ്ക്വയർ. തിരിച്ച് x1 - x2 എന്ന് വേണമെങ്കിലും പറയാം, സ്കോർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. എക്സിന്റെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, പ്ലസ് വൈയുടെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points x1 y1 ആൻഡ് x2 y2. √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ പഠിച്ചതാണ്. ഇനി അടുത്ത പറഞ്ഞ 2 പോയിന്റ്സിന്റെ മിഡ് പോയിന്റ്. ഈ 2 പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് നമുക്ക് കാണാം. മിഡ് പോയിന്റ് ഓഫ് ദീസ് ടു പോയിന്റ്സ്, മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു, പോയിന്റ് എന്ന് പറയുമ്പോൾ 2 കോർഡിനേറ്റ്സ്, എക്സിന്റെ കോർഡിനേറ്റ് വേണം, വൈയുടെ കോർഡിനേറ്റ് വേണം. എക്സിന്റെ കോർഡിനേറ്റ് കാണാനായിട്ട് എക്സ് കോർഡിനേറ്റിന്റെ ആവറേജ് എടുത്താൽ മതി. എക്സ് ഇവിടെ x1 x2 അല്ലേ, x1 + x2/2. എക്സിന്റെ ആവറേജ് എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടും, വൈ കോർഡിനേറ്റിന്റെ ആവറേജ് എടുത്താൽ മതി. അതായത് വൈയുടെ y1 + y2/2. ഇത് കിട്ടിയാൽ നമുക്ക് മിഡ് പോയിന്റ് കാണാം. അതായത് ഇതുണ്ടോ 4 2 6 5. ഈ 2 പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് 4 + 6/2 എന്ന് പറഞ്ഞാൽ 10/2 5 വരും. എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 + 5/2 7/2 എന്ന് പറഞ്ഞാൽ 3.5 വരും. ഇതാണ് അതിന്റെ മിഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് തന്നെ അതിന്റെ മിഡ് പോയിന്റ് ഈസി ആയിട്ട് കാണാം. x1 + x2/2 y1 + y2/2 അത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഗതി, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നാൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് x1 y1 x2 y2 x3 y3. ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ്, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നാൽ നമുക്ക് അതിന്റെ ഏരിയ ഈസി ആയിട്ട് കാണാം. ഏരിയ ഇസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചാൽ മതി. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് വേണം ഇൻറ്റു x1 × y2 - y3, x1 × y2 - y3 പ്ലസ് ഒരു 2 ടേം കൂടെ ഉണ്ട്. ആ 2 ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 1 2 3 ഈ ഒരു സൈക്ലിക് ചേഞ്ച് കൊടുത്താൽ മതി. അതായത് 1 ഒക്കെ 2 ആവും, 2 ഒക്കെ 3 ആവും, 3 ഒക്കെ 1 ആവും. അപ്പം നമുക്ക് അടുത്ത നോക്കാം. x y അതേ ഓർഡർ തന്നെയാണ്. പ്ലസ് ആദ്യത്തേത് x1 മാറിയിട്ട് ഇവിടെ 2 വരും, x2 ഇൻറ്റു y2 മാറിയിട്ട് y3 വരും, y3 മാറിയിട്ട് y1 വരും. കണ്ടോ? അത് നോക്കി സൈക്ലിക് ചേഞ്ച് നോക്കി നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പ്ലസ് ഒരെണ്ണം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ x2 ആയിരുന്നു, 2 മാറിയിട്ട് ഇവിടെ 3 വരും, x3 ഇൻറ്റു y3 എന്നുള്ള മാറി y1 വരും, മൈനസ് y1 എന്നുള്ള മാറി y2 വരും. ഇങ്ങനെ 3 ടേംസ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ x1 y1 x2 y2 x3 y3 എന്ന 3 വെർട്ടിസസ് ഉള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു കാര്യം കൂടെ നമ്മൾ എ ബി സി, എയുടെ കോർഡിനേറ്റ്സ് ആണ് x1 y1, ബിയുടെ കോർഡിനേറ്റ്സ് ആണ് x2 y2, സിയുടെ കോർഡിനേറ്റ്സ് x3 y3. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി വന്നു. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഇനി സപ്പോസ് ഈ 3 വെർട്ടിസസ് ഒരു ലൈനിൽ വന്ന്, എ ബി സി എന്ന് പറയുന്ന 3 വെർട്ടിസസ് ഒരേ ലൈനിൽ വന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ട്രയാങ്കിൾ കിട്ടുന്നില്ല, അപ്പോൾ ഏരിയയും കിട്ടത്തില്ല. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ നിങ്ങളോട് 3 പോയിന്റ്സ്, 3 പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ. എ ബി സി ആർ കൊളീനിയർ മീൻസ് ലൈ ഓൺ സെയിം ലൈൻ. ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സിനാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ 0 കിട്ടിയാൽ മതി. അതായത് ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് 0 കിട്ടിയാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി 0 കിട്ടുവാണെങ്കിൽ 3 പോയിന്റ്സും ഒരു ലൈനിൽ വരും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്.
3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ കൊളീനിയർ ആണെന്ന് തന്നിട്ട് എന്തെങ്കിലും എക്സിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. കൊളീനിയർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0 നൽകാം. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 എന്ന് കാണിക്കാം. ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല, മിഡ് പോയിന്റ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അത് നമുക്ക് പലയിടത്തും ആവശ്യം വരും. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പുതിയൊരു സംഗതിയാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഒരു ലൈൻ, ഇതിപ്പോൾ നമ്മുടെ എക്സ് ആക്സ്, വൈ ആക്സ്, ഇതൊരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പോസിറ്റീവ് എക്സ് ആക്സിന്റെയും ഇടയിലുള്ള ആംഗിൾ ടേക്കൺ ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ആക്സ് തൊട്ട് ലൈൻ വരെയുള്ള ആംഗിൾ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ വേണം എടുക്കാൻ. ഈ പോസിറ്റീവ് എക്സ് ആക്സ് തൊട്ട് ലൈൻ വരെയുള്ള ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് പറയും. ആ ആംഗിളിനാണ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. ഒരു ലൈന് നമ്മൾ ആ ലൈനും പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ ഉണ്ട്. ദാറ്റ് ആംഗിൾ ഇസ് കോൾഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ ഡിനോട്ടഡ് ബൈ തീറ്റ. ഈ ആംഗിൾ തീറ്റ. ദെൻ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, സ്ലോപ്പിനെ നമ്മൾ എം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു എം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഓഫ് ദ ആംഗിൾ, ടാൻ തീറ്റ. ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ഈ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. Then tan theta is called the slope of the line. Tan theta, slope of the line and gradient of the line എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്ലോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലോപ്പ് എം എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. അപ്പോൾ സ്ലോപ്പിന്റെ ശരിക്കുള്ള ഡെഫിനേഷൻ ടാൻ തീറ്റയാണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ ആ ആംഗിൾ കിട്ടിയാൽ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എം ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നതാണ്. ഇത് നോക്കിയേ, നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ലൈനാണ്, അതായത് ആ ലൈൻ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ എക്സ് ആക്സിസ് എത്രയായിരിക്കും? സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ഈക്വൽ ടു ടാൻ ആംഗിൾ എത്രയാണ്? ഒരു ലൈനിന്റെയും എക്സ് ആക്സിന്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ സ്ലോപ്പ് ടാൻ തീറ്റ. അപ്പൊ ലൈനിന്റെ സൈഡിലൂടെ എക്സ് ആക്സാ. എക്സ് ആക്സിസ് തന്നെ വന്നാൽ എക്സ് ആക്സിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 0. ടാൻ 0 വരും. ടാൻ 0 എന്ന് വെച്ചാൽ 0 അപ്പൊ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നുള്ള ചെരിവാണ്. എക്സ് ആക്സിസിൽ നിന്നുള്ള ചെരിവിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ആക്സിന്റെ എടുത്താൽ ചെരിവുണ്ടോ? ചെരിവില്ല. അപ്പൊ 0 വരും. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് 0 ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒരുപാട് ആവശ്യമാണ്. ഇനി സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് എടുത്താൽ വൈ ആക്സും എക്സ് ആക്സിന്റെ ഇടയിലുള്ള ആംഗിൾ π/2 ആണ്. സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് എടുത്താൽ ടാൻ തീറ്റയുടെ സ്ഥാനത്ത് π/2 90 വരും. ടാൻ 90 എന്ന് പറഞ്ഞാൽ സൈൻ 90 ബൈ കോസ് 90 ആണ്. സൈൻ 90 1ഉം കോസ് 90 0ഉം 1/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയും. 1/0 നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. ഇൻഫിനിറ്റി 1/0 നമ്മൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ 1/0 ആണ് എടുക്കുന്നത്. ഇത് രണ്ടും ഓർത്തിടണം. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് 0ഉം സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് 1/0ഉം. രണ്ട് കാര്യങ്ങൾ ഓർത്തിടണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് 0, വൈ ആക്സിസിന്റെ സ്ലോപ്പ് 1/0. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ലൈനിന്റെ ആംഗിൾ വെച്ചല്ലേ സ്ലോപ്പ് പറഞ്ഞത്. ആംഗിൾ കിട്ടിയാലേ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ആംഗിൾ തരാതെ ഒരു ലൈനിലെ 2 പോയിന്റ് തന്നെ ഒരു ലൈനിലെ തന്നെ 2 പോയിന്റ്സ് നമുക്ക് തന്നേക്കോ. x1 y1 ഒരു പോയിന്റ്, x2 y2 അടുത്ത പോയിന്റ്. നമുക്ക് വേണേൽ പേര് കൊടുക്കാം. പി ക്യൂ, പിയുടെ കോർഡിനേറ്റ്സ് x1 y1, ക്യൂവിന്റെ കോർഡിനേറ്റ്സ് x2 y2. നമ്മുടെ ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്, സ്ലോപ്പ് കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പോയിന്റ് ഏതായിരിക്കും പറയാമോ? x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരച്ചു, വൈ ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ എക്സിന്റെ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ x1 ആയിരിക്കും, ഈ വാല്യൂ y1 ആയിരിക്കും. നമുക്കറിയാവുന്ന ഈ 2 പോയിന്റ് x1ഉം y1ഉം കൂടെ വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ x1 y1 അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഈ പോയിന്റ് x2, ഈ പോയിന്റ് y2. നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വേണേ അങ്ങോട്ട് വരയ്ക്കാം.
ക്യു ആർ എന്ന് വേണേൽ കൊടുക്കാം. പി ക്യു ആർ ഇവിടെ വേണേൽ പേര് കൊടുക്കാം. ഇത് എന്ന്, ഈ പോയിന്റിനെ എന്ന് കൊടുക്കാം, ഈ പോയിന്റിനെ ബി എന്ന് കൊടുക്കാം, ഇത് ഒറിജിൻ, ഇത് പോയിന്റിനെ സി എന്ന് കൊടുക്കാം, ഈ പോയിന്റിനെ ഡി എന്ന് കൊടുക്കാം. ഇനി നോക്കാം, ഇനി നമുക്കറിയാം ഓക്കെ ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ഒ എ എത്രയാ? ഒ എ ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് x1 ആണ്. ഇനി ഒ തൊട്ട് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഒ ബി എന്ന് പറയുന്നത് നോക്കാം, ഈ ഡിസ്റ്റൻസ് ഇവിടെ x2 അല്ലേ, x2 വരും. അങ്ങനെയാണെങ്കിൽ പി ആർ, ആ ഡിസ്റ്റൻസ് പി ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് തന്നെയാണ് എ ബി, എയുടെയും ബിയുടെ ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ്. അപ്പൊ നോക്കിക്കേ, ഒ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് x2, ഒ തൊട്ട് എ വരെ x1. അപ്പൊ ഇതിന്റെ ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് എത്ര വരും? എ ബി എത്ര വരും? വലുത് മൈനസ് ചെറുത് x2 മൈനസ് x1 വരും. അത് തന്നെയാണ് പി ആർ, x2 മൈനസ് x1. അപ്പൊ നമുക്ക് പി ആറിന്റെ ഡിസ്റ്റൻസ് കിട്ടി, x2 മൈനസ് x1. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസ്റ്റൻസ് സി ഡി കാണാൻ പോവാം. സി ഡിന്റെ തന്നെയാണ് ക്യു ആർ, സി ഡിയുടെ വാല്യൂ തന്നെയാണ് ക്യു ആർ. ക്യു ആർ ഇസ് ഇക്വൽ ടു, അത് വേണമെന്ന് എഴുതിയേക്കാം, ഒ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ഒ സി എന്ന് പറയുന്നത് y1 കണ്ടോ. ഒ തൊട്ട് സി വരെ ഡിസ്റ്റൻസ് ഈ പോയിന്റ് y1 അല്ലേ, ആ ഡിസ്റ്റൻസ് y1 വരും. ഒ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റ് y2 ഇല്ലേ, y2 വരും, y2. അപ്പോൾ നമുക്ക് ഈ സി ഡി ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് കാണാം. സി ഡി തന്നെയാണ് ക്യു ആർ ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ ഈ y2 മൈനസ് y1 എടുത്താൽ മതി, y2 മൈനസ് y1. അപ്പൊ നമുക്ക് അത് രണ്ടും കിട്ടി. ഇനി നോക്കാം, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? നമ്മൾ പഠിച്ച രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്താൽ ഈ ആംഗിൾ സെയിം ആണെന്ന് പഠിച്ചല്ലേ. അത് തന്നെയാണ് ഇവിടെ, ഈ രണ്ട് പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്തപ്പോൾ ഈ രണ്ട് ആംഗിൾ സെയിം ആണ്, തീറ്റ തന്നെ വരും. അപ്പം ട്രയാങ്കിൾ പി ക്യു ആർ നമ്മൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ പി ക്യു ആർ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്, ഇത് 90 ഡിഗ്രി വരും. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. അവിടെ ഞാൻ ടാൻ തീറ്റ കാണാൻ പോവാം. ടാൻ തീറ്റ നമ്മുടെ തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആകുമ്പോൾ ടാൻ തീറ്റ ആണല്ലോ സ്ലോപ്പ്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡാണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്യു ആർ ബൈ തീറ്റയുടെ അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, ഇവിടെ ഉണ്ട്. 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസാ, ഇത് കാരണമാണ് ഹൈപ്പോട്ടന്യൂസാ. അഡ്ജസെന്റ് സൈഡ് അപ്പം പി ആർ ആണ് വരുന്നത്, പി ആർ. രണ്ടിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ക്യു ആർ ബൈ പി ആർ ആണ്. ക്യു ആർ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, y2 മൈനസ് y1 ബൈ പി ആർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, x2 മൈനസ് x1. കണ്ടോ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോയിന്റ്സ് x1 y1 x2 y2 ഒരു ലൈനിലെ രണ്ട് പോയിന്റ് തന്നാൽ, ഒരു ലൈനിലെ രണ്ട് പോയിന്റാണ് x1 y1 x2 y2 തന്നിരുന്നാൽ നമുക്ക് ആ ലൈനിന്റെ സ്ലോപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ശ്രദ്ധിക്കേണ്ടത് മേളിൽ y-ഉം താഴെ x-ഉം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഈ രീതി നമുക്ക് ഈസി ആയിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിളിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് രണ്ട് പോയിന്റ് കിട്ടിയാൽ നമുക്ക് ലൈനിന്റെ സ്ലോപ്പ് കാണാം. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, ഈ രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ എക്സൈസ് എന്നുള്ള ആംഗിൾ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. ഇത് എക്സൈസ് അല്ലേ, എക്സൈസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഒരെണ്ണം മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്, അടുത്തത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയായിരിക്കും. അപ്പം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാരലൽ, ടു ലൈൻസ് ആർ പാരലൽ ഈ സ്ലോപ്സ് ആർ സെയിം. അതായത് ഫസ്റ്റിന്റെ സ്ലോപ്പ് m1 ഉം സെക്കൻഡിന്റെ സ്ലോപ്പ് m2 എന്ന് ഇട്ടാൽ m1 ഉം m2 ഉം ഈക്വൽ ആയിരിക്കും. പാരലൽ ലൈൻസ് ആണ്, നിങ്ങൾ ഒന്നും നോക്കണ്ട, സ്ലോപ്സ് ആർ ഈക്വൽ, m1 ഈക്വൽ ടു m2. രണ്ട് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതിന്റെ പ്രൂഫ് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ ആ കണ്ടീഷൻ ഓർത്താൽ മതി. ഇത് പാരലൽ പെർപെൻഡിക്കുലർ ഇഫ് രണ്ടിന്റെ പ്രോഡക്റ്റ് m1 ഉം m2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടും. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -1 കിട്ടും, ആ റിസൾട്ട് ഓർത്തിരുന്നോണം. പാരലൽ ആണ്, സെയിം സ്ലോപ്പ് m1 ഈക്വൽ ടു m2. പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് -1, m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. പാരലൽ പെർപെൻഡിക്കുലർ കണ്ടീഷൻ നമുക്കിനി മുന്നോട്ടൊക്കെ ആവശ്യമാണ്, പലയിടത്തും ആവശ്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കൊളീനിയർ പ്രൂവ് ചെയ്യാണ്ട് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ 0 എന്ന് കാണിച്ചാൽ വരുന്നത്. നമുക്ക് വേണേൽ സ്ലോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഉപയോഗിച്ച് 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ, കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ എയും ബിയും സിയും
എയും ബിയും സിയും കൊളീനിയർ എന്ന് വെച്ചാൽ ഒരേ ലൈനിലാണ് വരുന്നത്. ഒരേ ലൈനിൽ വന്നതിന്റെ പ്രത്യേകത തന്നെ എ ബി ബി സി രണ്ട് ലൈൻസ് എടുത്ത് അത് രണ്ടും പാരലായിരിക്കും. എ ബിയും ബി സിയും രണ്ടും പാരലൽ ലൈൻസ്. കാരണം എ ബിയും ബി സിയും ഒരേ ലൈനിന്റെ പാർട്ടല്ലേ, അത് പാരലല്ല. എ ബി എന്ന് പറഞ്ഞതും ബി സി എന്ന് പറഞ്ഞതും പാരലൽ ലൈൻസാണ്. അപ്പോൾ നമുക്കത് നോക്കാം. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്നാ? സ്ലോപ്പ് ഈക്വൽ. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. ഇത് രണ്ട് ലൈൻസ് പാരലലിന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെ മൂന്ന് പോയിന്റ്സ് കൊളീനിയർന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ രണ്ടെണ്ണത്തിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സെയിം ആയിട്ട് കിട്ടിയാൽ മതി. സെയിം ആണെങ്കിൽ കൊളീനിയർ. അപ്പം കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമില്ല. മൂന്ന് പോയിന്റ്സ് തന്നിട്ട് നിങ്ങളോട് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും എളുപ്പം. വളരെ സിമ്പിൾ അല്ലേ? y2 - y1 / x2 - x1 വെച്ച് രണ്ടെണ്ണത്തിന് എ ബി ബി സി എ സി മൂന്നെണ്ണമുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണത്തിന് സ്ലോപ്പ് കണ്ടുപിടിക്കുക. രണ്ടും സെയിം സ്ലോപ്പ് ആണെങ്കിൽ രണ്ട് ലൈൻസും പാരലലാ. എ ബിയും ബി സിയും പാരലാണ്. ബി കോമൺ പോയിന്റാ. ഒരു കോമൺ പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് ഒരേ ലൈനിൽ വന്നേ പറ്റുള്ളൂ. ഒരു കോമൺ പോയിന്റ് ഇല്ലേ, ഒരേ ലൈനിൽ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അത് കൊളീനിയർ പോയിന്റ്സാണ്. മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ടെണ്ണത്തിന്റെ സ്ലോപ്പ് സെയിം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, വളരെ എളുപ്പമാണ്. അത് ഓർത്തിരുന്നോ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ. രണ്ട് ലൈൻസ്, ഇത് രണ്ട് ലൈൻസ്. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് m1, സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് m2. വേണേ ഡെറൈവ് ചെയ്യാം. ഡെറൈവ് ചെയ്തവർക്ക് സമയം കളഞ്ഞ നിങ്ങളോട് ആംഗിൾ കണ്ടുപിടിക്കാനേ ചോദിക്കുള്ളൂ. ഡെറിവേഷൻ ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ രണ്ട് ലൈൻസ് അതിന്റെ സ്ലോപ്പ് അറിയാമായിരിക്കണം. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് m1 ഉം സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് m2 ഉം ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ, ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. tan θ = മോഡുലസ് m2 - m1 / 1 + m1 m2. ഇതാണ് രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. tan θ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കാം. tan θ = 1/3 ആണ്. തീറ്റ π/6 വരും. 3 ആണെങ്കിൽ 1/√3 ആണ്, π/6 വരും. വെറും √3 ആണ്, π/3 വരും. അങ്ങനെ ടാനിന്റെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. ഇനി അത് അറിയത്തില്ലെങ്കിൽ tan θ = എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എഴുതി വെച്ചാൽ മതി. തീറ്റ ആയിട്ട് കണ്ടുപിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് m1 m2, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ tan θ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. മോഡുലസ് m2 - m1 / 1 + m1 m2. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിച്ചു വെച്ചോണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ്. രണ്ട് പോയിന്റ്സ് തന്നിട്ടാണ്. 3 - 2 7 - 2, 3 - 2 7 - 5. ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദീസ് ടു പോയിന്റ്സ്. എളുപ്പമല്ലേ? സ്ലോപ്പ് = നമുക്ക് ഇക്വേഷൻ അറിയാം. സ്ലോപ്പ് = y2 - y1 / x2 - x1. പോയിന്റ് x1 y1 എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് 3 - 2, x2 y2 എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ് 7 - 5. രണ്ട് പോയിന്റ്സ് നമുക്കുണ്ട്. ഇതിനകത്തേക്ക് വാല്യൂ കൊടുത്താൽ മതി. y2 എന്ന് പറഞ്ഞാൽ -5, -5 - y1 എന്ന് പറഞ്ഞാൽ -2. ശ്രദ്ധിച്ചു കൊടുത്തോണേ. y2 ആദ്യം എഴുതുക, y2 -5, എന്നിട്ട് മൈനസ് ഇട്ടിട്ട് y1 നോക്കുക. മൈനസ് ഇട്ടിട്ട് y1 നോക്കുമ്പോൾ പിന്നെ ഒരു -2 വരും. അല്ലാതെ നിങ്ങൾ -5 ഇട്ടിട്ട് y1 നോക്കാൻ പോയാൽ ഇടയ്ക്കത്തെ മൈനസ് നിങ്ങൾ ഇടത്തില്ല. അത് ശ്രദ്ധിച്ചോണേ. അത് കഴിഞ്ഞിട്ട് x2 നോക്കുക. x2 7 ആണ്. ഇനി മൈനസ് ഇട്ടിട്ട് x1 നോക്കാം. മൈനസ് ഇട്ടിട്ട് x1ലേക്ക് പോകുള്ളൂ. x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. -5 + 2 വരും. 7 - 3 എന്ന് പറയുമ്പോൾ 4 വരും. -5 + 2 എന്ന് പറയുമ്പോഴത്തേക്കും -3/4 വരും. ഉണ്ടോ? -3/4. അതാണ് ആ ലൈനിന്റെ സ്ലോപ്പ്. വെറുതെ കണ്ടുപിടിച്ചാൽ y2 - y1 / x2 - x1 വെച്ച്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ത്രൂ ഒറിജിൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ത്രൂ ഒറിജിൻ. ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒറിജിൻ. ത്രൂ ഒറിജിൻ ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്. മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് P of 0 - 4 and B of 8 0. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വായിക്കണം. Find the slope of the line through origin and midpoint of these two.
ഒറിജിനിൽ കൂടിയും ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റിൽ കൂടിയും പോകുന്ന ഈ രണ്ട് പോയിന്റ്സ് അല്ല, ഈ രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റിൽ കൂടിയും ഒറിജിനിൽ കൂടിയും. അപ്പം ഒരു പോയിന്റ് ഒറിജിൻ 0 0, രണ്ടാമത്തെ പോയിന്റ് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് പോയിന്റ് x1 y1 എന്ന് പറയുന്നത് ഒറിജിൻ 0 0. സെക്കൻഡ് പോയിന്റ് x2 y2 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം മിഡ് പോയിന്റ് ഓഫ് 0 -4 ആൻഡ് 8 0. ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കൂടിയാണ് പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഒരു പോയിന്റ് ഒറിജിൻ, രണ്ടാമത്തേത് ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ്. നമ്മൾ മിഡ് പോയിന്റ് കാണണം. മിഡ് പോയിന്റ് കാണാൻ അറിയാലോ, കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ പോരെ. x 0 ഉം 8 കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. y അതുപോലെ -4 ഉം 0 ഉം -4 + 0 /2. രണ്ടും കൂട്ടിയിട്ട് x1 + x2/2 y1 + y2/2. അങ്ങനെയാണ് മിഡ് പോയിന്റ് കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 8/2 എന്ന് പറയുമ്പോൾ 4 വരും, -4/2 എന്ന് പറയുമ്പോൾ -2 വരും. ഇതാണ് x2/2. x1 y1 0 0 ഉം x2 y2 മിഡ് പോയിന്റ് ആണ്. അത് നമുക്ക് 4 - 2 കിട്ടി. ഇനി സ്ലോപ്പ് ഇല്ല. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1/x2 - x1. y2 എന്ന് പറയുന്നത് -2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 x2 എന്ന് പറഞ്ഞാൽ 4 -x1 0 വരും. -2/4 വരും. 2 വെച്ച് വെട്ടുമ്പോൾ -1/2 വരും. 2 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 2 വരും. -1/2. അതാണ് അതിന്റെ സ്ലോപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിതൗട്ട് യൂസിങ് പൈതഗോറസ് തിയറം ഷോ ദാറ്റ് ദ പോയിന്റ്സ്, 3 പോയിന്റ്സ് ഉണ്ട്, 4 4 3 5 -1 -1. പൈതഗോറസ് തിയറം ഉപയോഗിക്കാതെ വേണം. Without using Pythagoras theorem, show that the points 4 4 3 5 and -1 -1 are the vertices of a right angled triangle. ഇത് മൂന്നും ഇതിനെ വേണേ ABC എന്ന് വരെ എടുക്കാം. ഇതിന് A, ഇത് B, ഇത് C. ABC എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ വെർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് AB BC AC കണ്ടിട്ട് AB² + BC² = AC². അങ്ങനെയല്ല, ആ മെത്തേഡ് ഉപയോഗിക്കാതെ കണ്ടുപിടിക്കണം. അപ്പൊ അതായത് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ പ്രത്യേകത എന്നാ? 2 സൈഡ് പെർപെൻഡിക്കുലർ. ഏതോ 2 സൈഡ് പെർപെൻഡിക്കുലർ. ഒന്നെങ്കിൽ AB യും BC യും പെർപെൻഡിക്കുലർ, അല്ലെ AB യും AC യും പെർപെൻഡിക്കുലർ, അല്ലെ BC യും AC യും പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ പ്രത്യേകത എന്നാ? പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1. ആ രീതി നമുക്ക് ചെയ്യാം. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഡിസ്റ്റൻസ് ഒന്നും കാണാൻ പോകണ്ട. വേറെ മെത്തേഡ്. അപ്പം പെർപെൻഡിക്കുലർ കിട്ടിയാൽ മതി. 2 എണ്ണം പെർപെൻഡിക്കുലർ, അതായത് സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 കിട്ടിയാൽ മതി. സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ABയുടെയും BCയുടെയും ACയുടെയും സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് -1 വരുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. സ്ലോപ്പ് ഓഫ് AB കാണുക. അല്ലെ AB കഴിഞ്ഞിട്ട് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1/x2 - x1. ശ്രദ്ധിച്ചോണം, A യും B യും ആണ്. അപ്പൊ x1 y1 ആയിട്ട് 4 4, x2 y2 ആയിട്ട് 3 5. സൈഡ് വേണേ എഴുതിക്കോണം. x1 y1 4 4, x2 y2 3 5. A ആയിട്ട് x1 y1, B ആയിട്ട് x2 y2 എടുക്കുക. അപ്പൊ y2 - y1, y2 എന്ന് പറയുമ്പോൾ 5 - 4, 5 - 5 ഇവിടെ, -4 ഇവിടെ. y2 - y1 x2 - x1, x2 3, x1 4, 3 - 4. അപ്പൊ നമുക്കത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 4 എന്ന് പറയുമ്പോഴത്തേക്കും 1 വരും. 1/3 - 4 എന്ന് പറയുമ്പോൾ -1 വരും. അപ്പോൾ 1/-1 വെച്ചാൽ -1 കിട്ടും. ABയുടെ സ്ലോപ്പ് നമുക്ക് കിട്ടി -1. ഇനി അതുപോലെ BC കാണാം. സ്ലോപ്പ് ഓഫ് BC സെയിം ഇക്വേഷൻ y2 - y1/x2 - x1. ശ്രദ്ധിക്കേണ്ടത് അവിടെ x1 y1 3 5 ഉം x2 y2 -1 വന്നു. മാറിപ്പോകാതെ എഴുതിക്കോണം. x1 y1 3 5, x2 y2 ആണ് -1 ശ്രദ്ധിച്ചോണം. അപ്പൊ y2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ -1 വരും. -1 മൈനസ് y1 എന്ന് പറയുമ്പോൾ 5 വരും ബൈ x2 എന്ന് പറയുമ്പോൾ -1 വരും. -1 മൈനസ് x1 എന്ന് പറയുമ്പോൾ 3 വരും. -1 - 5 എന്ന് പറയുമ്പോൾ -6 ബൈ -1 - 3 എന്ന് പറയുമ്പോൾ -4. മൈനസ് വെട്ടിപ്പോഴും 6ഉം 4ഉം 2 വെച്ച് വെട്ടാം. അപ്പം 3/2 വരും. 3/2 നിങ്ങൾ വെറുതെ നോക്കി ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്ത് നോക്കുക.
ആദ്യം രണ്ട് കണ്ടുപിടിക്കുമ്പോഴേ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. -1 കിട്ടുവാണെങ്കിൽ മൂന്നാമത്തേത് കാണേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ഇതിനെ വേണം നമുക്ക് M1 എന്ന് എഴുതാം. AB യുടെ സ്ലോപ്പിനെ M1 എന്ന് എഴുതാം. BC യുടെ സ്ലോപ്പിനെ M2 എന്ന് എഴുതാം. M1 × M2 നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. M1 × M2 എഴുതാം. -1 × 3/2. അത് നമുക്ക് -3/2 കിട്ടി. നോട്ട് ഈക്വൽ ടു -1. പ്രോഡക്റ്റ് -1 കിട്ടുവാണെങ്കിൽ ഓക്കെ. ഇത് നിങ്ങൾക്ക് -1 കിട്ടുമായിരുന്നേ മൂന്നാമത്തെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. കിട്ടിയില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെയും കൂടെ കാണാം. സ്ലോപ്പ് ഓഫ് ABI BCI AC കൂടെ കണ്ടാൽ സ്ലോപ്പ് ഓഫ് AC നമുക്ക് അതിനെ M3 എന്ന് എടുക്കാം. M3 = എയും സിയും എടുക്കേണ്ടത്. ഈ എയും സിയും x1 y1 ആയിട്ട് എയുടെ 4 x2 y2 ആയിട്ട് സിയുടെ -1 അപ്പം y2 - y1 ആ. y2 എന്ന് പറഞ്ഞാൽ സിയുടെ -1 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എയുടെ 4 ബൈ x2 എന്ന് പറഞ്ഞാൽ ഈ -1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 4. -1 - 4 എന്ന് പറഞ്ഞാൽ -5 ബൈ -5 ഈക്വൽ ടു 1 വരും. കണ്ടോ? നോക്കി -1 ഉം 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -1 വരികയല്ലേ. അതായത് M1 ഉം M3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ M1 × M3 ഈക്വൽ ടു -1 × 1 അതായത് -1 വരും. അപ്പോൾ M1 എന്ന് പറയുന്ന AB ആണ്. AB പെർപെൻഡിക്കുലർ. M3 എന്ന് പറഞ്ഞാൽ AC ആണ്. ABയും ACയും പെർപെൻഡിക്കുലറാണ്. ABയും ACയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി വന്നില്ലേ. ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABC ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ. ഇനി വേറെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ് മെഷർഡ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നിങ്ങൾ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ആ ലൈനിൻ്റെ പ്രത്യേകം നോക്കാം. വിച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ് ആണ്. y ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് y ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30. അതായത് ഇവിടുന്ന് 30 വരണം. ഇവിടുന്ന് 30 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനില്ലേ. ഇവിടുന്ന് 30 വരണം. അപ്പം ഈ ആംഗിളാണ് 30 തന്നില്ല. അത് ശ്രദ്ധിക്കണം. ലൈനും y ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളാണ് 30. y ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് ലൈനിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുന്ന ആംഗിളാണ് 30. അപ്പോൾ നമ്മുടെ x ആക്സിസിൽ നിന്നുള്ള ആംഗിൾ അപ്പോൾ എത്ര വരും? x ആക്സിസ് ഇത് 30 ആണെങ്കിൽ x ആക്സിസിൽ നിന്നുള്ള ആംഗിൾ 90 + 30 120 വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. തീറ്റ 120 ഡിഗ്രിയാണ്. തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് എഴുതാം. സ്ലോപ്പ് M. സ്ലോപ്പ് M = tan തീറ്റ. tan 120. tan 120 കാണും. tan 120 നമ്മൾ 180 മൈനസ് എത്രയാണ്? 60 അല്ലേ. 120 എന്ന് പറയുന്നത് 180 മൈനസ് 60. 180 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 180 മൈനസ് ആണ്. സെക്കൻഡ് ക്വാർട്ടറിൽ വരും ASTC. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനാ പോസിറ്റീവ്. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചത് സൈൻ പോസിറ്റീവിൻ്റെ ടാൻ നെഗറ്റീവ് വരും. 180 വരുമ്പോൾ ടാനിന് മാറ്റമില്ല. tan 60 വരും. മൈനസ് tan 60 എന്നത് ശ്രദ്ധിച്ചോണേ. മൈനസ് tan 60 എന്ന് വെച്ചാൽ മൈനസ് tan 60യുടെ വാല്യൂ സൈൻ 60 എന്ന് പറയുമ്പോഴത്തേക്കും √3/2 ബൈ 1/2 √3 വരും. മൈനസ് √3. ശ്രദ്ധിച്ചോണേ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കണേ. പോസിറ്റീവ് y ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് 30. x ആക്സിസിലേക്കുള്ള ആംഗിളാണ് നമ്മൾ tan തീറ്റ വരുന്നത്. അപ്പം 30 വരുമ്പോൾ x ആക്സിസിൻ്റെ കൂടെ എടുക്കുമ്പോഴത്തേക്കും 30 + 90 150 വരും. അത് ശ്രദ്ധിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്ന് പോയിന്റ്സ് H0 AB 0K. H0 AB 0K. ഈ മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ആണ്. ഈ മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ഒരു ലൈനിൽ വരുന്നു തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A/H + B/K. A/H + B/K = 1 എന്ന് പ്രൂവ് ചെയ്യണം. H0, the points H0, AB and 0K lie on same line. That means collinear. Prove that A/H + B/K = 1. ഒരേ ലൈനില ഈ മൂന്ന് പോയിന്റ്സിനെ A B C എന്ന് പേര് കൊടുക്കാം. A B C. A
ബി സി ഒരേ ലൈനിലാണ് പറഞ്ഞേക്കുന്നത്, ഒരേ ലൈനിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരേ ലൈനിലാകുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് സെയിം ആണല്ലോ. കൊളീനിയർ ആണെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് സെയിം എന്ന് എടുക്കാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് നമുക്ക് സെയിം എന്ന് എടുക്കാം. അപ്പം എ ബിന്നും ബി സിന്നും എടുക്കാം, അല്ലെ എ ബിയും എ സിയും എടുക്കാം, അല്ലെ ബി സി എ സി എടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ എയ്ക്കകത്തും സിക്കകത്തും ഒരെണ്ണം സീറോയാണ്. അപ്പം ബിക്കകത്ത് രണ്ടും നോൺ സീറോ. അപ്പം ബി ഒരു തവണ എ ബിയും ബി സിയും എടുക്കുമ്പോൾ എ ബിയിലും ബി വരുന്നുണ്ട്, ബി സിയിലും ബി വരുന്നുണ്ട്. അപ്പം ബി 2 പ്രാവശ്യം വരാതെ നമുക്ക് എ ബിയും അല്ലെങ്കിൽ എ സിയും ബി സിയും അല്ലെങ്കിൽ എ ബിയും എ സിയും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്കപ്പോൾ വേണേൽ എ സിയും ബി സിയും എടുക്കാം. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. എയോ സിയോ 2 തവണ വന്നാലും കുഴപ്പമില്ല, ബി ഒരു തവണ വരാൻ ശ്രദ്ധിക്കുക. കാരണം ബിയിലെ 2 നോൺ സീറോ ഇല്ല, അറിയാൻ മേലാത്ത എയും ബിയും അറിയാൻ മേല. ഇവിടെ ആകുമ്പോൾ എച്ച് മാത്രമേ അറിയാൻ മേലാതുള്ളൂ, ഇവിടെ കെ മാത്രമേ അറിയാൻ മേലാതുള്ളൂ. അപ്പം നമുക്ക് ഈ അറിയാൻ മേല രണ്ട് കോർഡിനേറ്റ്സും എയും ബിയും അറിയാൻ മേലാത്തതുകൊണ്ട് അത് മാക്സിമം കുറയ്ക്കും. എ 2 പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല, സി 2 പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല. ബി കോമൺ ആയിട്ട് വരാതിരിക്കുക, ബിയെ കോമൺ ആക്കാതിരിക്കുക. എയോ സിയോ കോമൺ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും, ചെയ്ത് കിട്ടും, എന്നാലും ഇച്ചിരി കൂടെ എളുപ്പമില്ല. രണ്ടും അറിയാൻ മേലാത്ത ബി ഒരു തവണ എഴുതുക, ബി കോമൺ ആക്കാതിരിക്കുക, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എ സിയുടെ സ്ലോപ്പും ബി സിയുടെ സ്ലോപ്പും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കാരണം ഇത് മൂന്നും കൊളീനിയറാണ്, ഒരു ലൈനിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊളീനിയർ ആണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് എടുത്താൽ സെയിം ആണ്, ഏത് രണ്ടെടുത്താലും സെയിം ആണ്. നമ്മൾ ബിയെ നമ്മളൊന്ന് കുറച്ചൊന്നേ ഉള്ളൂ. എ സി എടുക്കാം. എ സി എന്ന് പറയുമ്പോഴത്തേക്കും എയും സിയും y2 - y1 ബൈ ഇത് ഓർക്കണം, y2 - y1 ബൈ x2 - x1 ഇതാണ് സ്ലോപ്പ്. അപ്പം എയും സിയും, സി ആണ് നമ്മൾ x2 y2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ x2 y2 എന്ന് പറയുമ്പോൾ k വരും, മൈനസ് x1 എന്ന് പറയുമ്പോൾ ഏഴേതാണ് x1, k മൈനസ് y2 - y1 y2 എന്ന് പറഞ്ഞാൽ k മൈനസ് y1 എന്ന് പറയുന്നത് 0 ബൈ x2 എന്ന് പറയുന്നത് 0 മൈനസ് x1 എന്ന് പറയുന്നത് h ഈക്വൽ ടു ബി സി. ഇനി ബി സി എടുക്കുമ്പോൾ ബിയും സിയും, ബി ആയിട്ട് x1 y1, സി ആയിട്ട് x2 വരും. അപ്പോൾ y2 എന്ന് പറയുമ്പോൾ k വരും, മൈനസ് y1 എന്ന് പറയുമ്പോൾ b വരും, k മൈനസ് ബി ബൈ x2 എന്ന് പറയുമ്പോൾ 0 വരും, മൈനസ് x1 എന്ന് പറയുമ്പോൾ a വരും. ഓക്കെ, അപ്പം k ബൈ മൈനസ് h, k മൈനസ് 0 k വരും, 0 മൈനസ് h എന്ന് വെച്ചാൽ മൈനസ് h വരും, ഈക്വൽ ടു k മൈനസ് ബി ബൈ മൈനസ് a വരും. അതായത് k ബൈ മൈനസ് h ഈക്വൽ ടു നമുക്ക് ഇനി ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ k ബൈ മൈനസ് എന്ന് വരും, മൈനസ് ബി ബൈ മൈനസ് എന്ന് വരും. k ബൈ മൈനസ് എ മൈനസ് ബി ബൈ ഇത് മിസ്റ്റേക്ക് വരുന്നുണ്ടോ? H0 0. അപ്പോൾ നമുക്ക് k ബൈ മൈനസ് h ഈക്വൽ ടു k മൈനസ് ബി ബൈ മൈനസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ k റൈറ്റ് സൈഡിലേക്കും മൈനസ് എ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇവിടെ k ന്യൂമറേറ്ററില്ല, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും, മൈനസ് എ ഡിനോമിനേറ്റർ വരുമ്പോൾ ന്യൂമറേറ്റർ വരും. അതായത് നമ്മൾ a ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ നമുക്കവിടെ തിരിച്ചെഴുതാം, d ബൈ ബി ഈക്വൽ ടു എ ബൈ സി ബൈ എ എന്ന് എഴുതാം. ഇതിനെ അങ്ങോട്ടും തിരിച്ചെഴുതാം. അത് നമ്മളിവിടെ ഈ മൈനസ് എ ഇങ്ങോട്ടും കെ അപ്പുറത്തോട്ടും കൊണ്ടുവരും. അപ്പം നമുക്ക് മൈനസ് എ ബൈ മൈനസ് എച്ച് ഈക്വൽ ടു കെ മൈനസ് ബി ബൈ കെ എന്ന് എഴുതാം. ഈ മൈനസ് എ ഡിവൈഡ് ബൈ മൈനസ് എ അല്ലേ, അത് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇൻറ്റു മൈനസ് എ മേളിൽ വരും. ഇവിടെ ഇൻറ്റു കെ മേളിലാണ്, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിനോമിനേറ്റർ വരും. അങ്ങനെ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഇനി മൈനസ് എ ബൈ മൈനസ് എച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എ ബൈ എച്ച് വരും. എ ബൈ എച്ച് ഇക്വൽ ടു ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, കെ ബൈ കെ മൈനസ് ബി ബൈ കെ വരും.
മൈനസ് ബി ബൈ കെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. കെ ബൈ എച്ച് മൈനസ് ബി ബൈ കെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പം പ്ലസ് ബി ബൈ കെ വരും. ഈക്വൽ ടു കെ ബൈ കെ. കെ ബൈ കെ എന്ന് വെച്ചാൽ അറിയാലോ, എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഇസ് ഈക്വൽ ടു 1. ഇതല്ലായിരുന്നു പോയിന്റ്. എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. താഴെ കിടക്കുന്നതിനെ മേളിലോട്ട് കൊണ്ടുവന്നു, മേളിൽ കിടക്കുന്നതിനെ അത്ര താഴോട്ട് കൊണ്ടുവരും. ഒരു സിംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടും. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ.